യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഷി പി ജേക്കബ്, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, മുഖ്യപ്രഭാഷണം നടത്തിയ നവീൻ ജി നാഥമണി, ആം ആദ്മി പാർട്ടി സംസ്ഥാന സെക്രട്ടറി, മറ്റ് വേദിയിലിരിക്കുന്ന പ്രമുഖ ആം ആദ്മി നേതാക്കന്മാരെ, പാർട്ടി പ്രവർത്തകരെ, എന്നെ കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികൾ, ഇന്ന് പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിലെ ആരോഗ്യത്തിൽ നൽകിയ നവരാഷ്ട്രീയ സന്ദേശ യാത്രയുടെ സമാപന സമ്മേളനമാണിത്. എന്താണ് നവരാഷ്ട്രീയം? അതുപോലെ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വരുന്ന നവരാഷ്ട്രീയം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രാസംഗികരുടെ പറഞ്ഞു. ആം ആദ്മി പാർട്ടി കേരളത്തിൽ മുന്നോട്ട് വെക്കുന്ന നയം, ആം ആദ്മി പാർട്ടി കേരളത്തിൽ മുന്നോട്ട് വെക്കുന്ന ആശയം, ഇതിൽ ചേരുന്ന ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ആശംസാ പ്രസംഗം അവസാനിപ്പിക്കാം. ഇക്കഴിഞ്ഞ കേരള ബജറ്റ് വന്ന സമയത്ത് കേരള ബജറ്റുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ തന്നെ പ്രമുഖയായ ഒരു എക്കണോമിസ്റ്റ്, എല്ലാവർക്കും പരിചിതമാണ്, ചാനൽ ചർച്ചകളിലേക്ക് വരുന്നത്, പ്രൊഫസർ മേരി ജോർജ്. പ്രൊഫസറുമായി ഏകദേശം 1.5 മണിക്കൂർ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലിരിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ കുറിച്ച് വളരെയധികം ഒരു ആകുലതകൾ, അല്ലെങ്കിൽ ആർക്കും അറിയാത്ത, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് അറിയാത്ത 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കേരളത്തിലെ ഖജനാവ് കാര്യമാണ്. കേരളത്തിലെ ഒരു സംരംഭങ്ങൾക്ക് പോലും, ഒരു പദ്ധതിക്ക് പോലും പണമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. കേരളത്തിലെ ഖജനാവിലോട് 28,000 കോടി, എല്ലാവരും നോക്കുന്നത് 28,000 കോടി രൂപയ്ക്ക് മുകളിൽ നികുതിയേതര വരുമാനം ലഭിക്കണം. ഈ നികുതിയേതര വരുമാനം ലഭിക്കാനുള്ളത് ഇവിടെയുള്ള കോർപ്പറേറ്റുകളുടെ അടുത്തു നിന്നാണ്, ഇവിടെയുള്ള വലിയ വ്യവസായ പ്രമുഖരുടെ അടുത്തു നിന്നാണ്, ഇവിടെയുള്ള സാധാരണക്കാരുടെ അടുത്തു നിന്നല്ല ഈ നികുതി തരേണ്ടത്. ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ അടുത്തു നിന്ന് വരേണ്ട ഈ ഒരു നികുതി കൃത്യമായിട്ട് നമ്മുടെ ഖജനാവിലോട്ട് എത്തിയെങ്കിൽ മാത്രമേ ഇവിടുത്തെ ക്ഷേമ പ്രവർത്തനങ്ങൾ സാധ്യമാകുള്ളൂ. ക്ഷേമ പ്രവർത്തനങ്ങൾ സാധ്യമാകണമെങ്കിൽ ഖജനാവിൽ പണം വേണം. ആ പണം ഇവിടെയുള്ള വലിയ വലിയ കോർപ്പറേറ്റുകളുടെ അടുത്താണ് വരുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്ന് മാസപ്പടി വാങ്ങിയ ആളുകളാണ് നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാരും. മാസപ്പടി വാങ്ങി. ഇപ്പൊ നമ്മുടെ പ്രധാനപ്പെട്ട ആം ആദ്മി പാർട്ടി ലേബർ പ്രസിഡന്റ് ശശികുമാർ സാർ പറഞ്ഞതുപോലെ പിണറായി വിജയന്റെ മകൾ മാസപ്പടി വാങ്ങി. അതുപോലെ തന്നെ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ ഓരോ തലത്തിൽ നിന്നും പണം വാങ്ങി പോക്കറ്റിലിടുമ്പോൾ ഈ പറയുന്ന കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്ന് കിട്ടാനുള്ള നികുതി പണം എങ്ങനെ ഇവർ കൊണ്ടുവരുന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. സിഎംആറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വിഷയത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള യുഡിഎഫ് നേതാക്കൾ വരെ ആ പണം കൈപ്പറ്റിയിട്ടുണ്ട്, മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവിടെയുള്ള കോർപ്പറേറ്റുകളുടെ അടുത്ത് നിന്ന് പണം സ്വീകരിച്ച് പോക്കറ്റിൽ വെച്ചിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്ക് ഈ പറയുന്ന 28,000 കോടി രൂപ നമ്മുടെ ഖജനാവിലോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല. ഈ പണം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഇവിടെ ക്ഷേമ പ്രവർത്തനങ്ങൾ സാധ്യമാകും. അതല്ലാതെ ഇവിടെ വർഷാവർഷം നടക്കുന്ന ബജറ്റിൽ പല പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെങ്കിലും ഈ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ പോലും ഈ പറയുന്ന ഫണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ കഴിഞ്ഞ ബജറ്റിൽ 52% മാത്രമേ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള തുക ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ? ഫണ്ടില്ല. പല പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊരു ഓഫീസുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫണ്ടില്ല, നിങ്ങൾ ക്യൂവിലാണ്. ഈ പറയുന്ന ഉത്തരവാണ് ഇവിടെയുള്ള ഓരോ സാധാരണക്കാരും ലഭിക്കുന്നത്. അവിടെയാണ് ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയ സന്ദേശത്തിന്റെ പ്രാധാന്യം, പ്രസക്തി. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിലേറിയപ്പോൾ ഷീല ദീക്ഷിത് ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള വലിയൊരു കടമെന്ന് കോടിക്കണക്കിന് രൂപയുള്ള ഈ കടമെന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ നികുതി തരാതിരുന്നുള്ള വലിയ വലിയ കോർപ്പറേറ്റുകൾ നടത്തുന്ന ഒരു വലിയൊരു ബാധ്യതയായിരുന്നു. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഒരു അഴിമതിക്കാരന്റെ അടുത്തൊന്നും പണം വാങ്ങി മാസപ്പടി വാങ്ങിയിട്ടില്ല. അതിൽ അഴിമതിക്കാരോട് അല്ലെങ്കിൽ നികുതി വെട്ടിട്ടുകാരോട് ആം ആദ്മി പാർട്ടിക്കോ ആം ആദ്മി പാർട്ടി ഗവൺമെന്റിനോ യാതൊരു തരത്തിലുള്ള വിവേചനവുമില്ല. ആ ഒരു രീതിയിലാണ് ഡൽഹിയുടെ ഖജനാവിലോട്ട് ഈ പറയുന്ന നികുതി പണം തിരികെ കൊണ്ടുവന്നത്. ഡൽഹിയുടെ ഖജനാവിലോട്ട് അതുപോലെ തന്നെ ഡൽഹിയിലെ പൊതുകടം കുറച്ചു കൊണ്ടുവന്നത്. ആ പറയുന്ന കോടിക്കണക്കിന് രൂപ നമ്മുടെ ഡൽഹി ഖജനാവിലോട്ട് എത്തിയ സമയത്താണ് ഡൽഹിയിൽ സേവനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നത്. ഓരോ ദിവസവും പുതിയ സേവനങ്ങളാണ്. ഈ പണം തിരികെ കൊണ്ടുവരാനുള്ള ഒരു ആർജവമുള്ള ഒരു പാർട്ടി അത് ഇന്ന് ഇന്ത്യയിൽ ശ്രീ അരവിന്ദ്
കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി മാത്രമാണ്. ഈ ഒരു രീതിയിൽ തന്നെയാണ് പഞ്ചാബിലെ കാര്യവും. പഞ്ചാബിൽ നികുതി വരുമാനം കൂട്ടി, നികുതി പിരിച്ചെടുക്കാനുള്ളവരുടെ അടുത്ത് നിന്ന് പിരിച്ചെടുത്തു, പക്ഷെ സാധാരണക്കാരന്റെ ഒരു നികുതി പോലും കൂട്ടിയിട്ടില്ല. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഡൽഹിയിലും പഞ്ചാബിലും ഈ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി ഡൽഹിയിലും പഞ്ചാബിലും ആം ആദ്മി പാർട്ടി അധികാരത്തിലേറി. തുടർന്ന് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആം ആദ്മി പാർട്ടി കടന്നു കൊണ്ടിരിക്കുകയാണ്. ഇതേ മാതൃകയിൽ കേരളത്തെ ഇപ്പോൾ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ ഒരു അതിജീവന പാതയിലോട്ട് നമുക്ക് പോകണം. ആ ഒരു അതിജീവനം കേരളത്തിലെ ഓരോ വ്യക്തികൾക്കും കൃത്യമായിട്ടുള്ള ഒരു അതിജീവനം ഉണ്ടാകണമെങ്കിൽ ഇത്തരത്തിലുള്ള അഴിമതിക്കാനായിട്ടുള്ള നികുതി വെട്ടിപ്പ് നടത്തുന്ന ആളുകളുടെ അടുത്തുനിന്നുള്ള പണം ഒരു രീതിയിലും കുറയാതെ നമ്മുടെ ഖജനാവിലേക്ക് എത്തിക്കുമായുള്ള ആർജവം കൊണ്ട് ഒരു സർക്കാരിന് മാത്രമേ സാധിക്കുള്ളൂ. ആ ഒരു സന്ദേശം ഇവിടെ നാട് മാറ്റമുണ്ടാക്കാം. ഈ നാടിന് മാറ്റമുണ്ടാക്കണമെങ്കിൽ ഈ തരത്തിൽ നമ്മുടെ സാമ്പത്തികം ശക്തമാക്കണം. ആ ഒരു രീതിയിൽ ഇന്ന് കേരളത്തില് ഒരേ ഒരു പാർട്ടി മാത്രമുള്ളൂ. ആ ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. വലിയ കോർപ്പറേറ്റ് രീതിയിലുള്ള പാർട്ടികളൊക്കെ ഇപ്പോ ഉണ്ട്. സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ 2020 ആണെന്ന് തോന്നുന്നു. 2020 പല രീതിയിൽ ഇപ്പം 2020 ബന്ധപ്പെട്ടിട്ടുള്ള പല വാർത്തകളെല്ലാം നിലനിൽപ്പിനായി ബിജെപിയുടെ പാതയിലൂടെ പോകുന്ന ഒരു പാർട്ടിയാണ് 2020. ഏതാനും നിമിഷത്തിലുള്ള കാര്യങ്ങൾ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വാർത്തയും വന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ മറ്റുള്ള വലിയ വലിയ രാഷ്ട്രീയ സംഘടനകളോട് ബിജെപിയോട് ഭയപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിക്കും ഒരു സംഘടനയ്ക്കും ഒരു പ്രസ്ഥാനത്തിനും കേരളത്തെ പോലുള്ള ഒരു സംസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ സാധ്യമാകില്ല. ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കില്ല. അപ്പോൾ കേരളത്തിന്റെ ക്ഷേമം ഉറപ്പുവരുത്താൻ കെൽപ്പുള്ള പ്രാണിയുള്ള ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ഈ ഒരു നവരാഷ്ട്രീയ സന്ദേശമാണ് എല്ലാവരും എത്തിക്കേണ്ടത്. അതിന് ഒരു മുൻകൈ എടുത്ത പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ ഒരു അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ ഈ ഒരു സമയം കഴിയും ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിച്ച എല്ലാ ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കും എന്റെ ആശംസകൾ നേരുകയാണ്. അതേപോലെ തന്നെ ഈ പരിപാടിയിലൂടെ നമുക്ക് ഈ ഒരു സന്ദേശം ഇവിടെ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട നാട്ടുകാരോടും നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ജയ് ആം ആദ്മി പാർട്ടി. താങ്ക് യു ശരത്. ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നമ്മുടെ പൂഞ്ഞാർ നിയോജക മണ്ഡലം കമ്മിറ്റിയിലെ ഒരു ദീർഘകാല സ്വപ്നമായിരുന്ന ഒരു ഓഫീസ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഓഫീസിന്റെ